റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക് വാർത്തയിലേക്കാണ് നമ്മൾ ബ്രേക്കിംഗ് ആഴ്സിൽ ആദ്യം പോകുന്നത്. UDF-ൽ പെയ്ഡ് സീറ്റ് ആരോപണം. കോഴിക്കോട് കുന്നമംഗലം സീറ്റ് പ്രവാസി അസോസിയേഷന് വിട്ടുകൊടുക്കുന്നതിൽ തർക്കം. കോൺഗ്രസ് ലീഗ് പ്രാദേശിക ഘടകങ്ങളിൽ എതിർപ്പ് ശക്തമാണ്. നിലവിൽ ലീഗിന്റെ സീറ്റാണ് കുന്നമംഗലം. പ്രാദേശിക തലത്തിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് വിവരം. VS രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം. VS രഞ്ജിത്ത്, പെയ്ഡ് സീറ്റാക്കി മാറ്റുന്നത്, പ്രവാസി അസോസിയേഷന് വിട്ടുകൊടുക്കുന്നത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? ഈ പ്രവാസി അസോസിയേഷന്റെ ആളുകൾ ആരാണ്? കുന്നമംഗലം സീറ്റ് കാലാകാലങ്ങളായി ലീഗിന്റെ കയ്യിലുള്ള സീറ്റാണ്. പക്ഷേ കഴിഞ്ഞ 2 തവണയും ലീഗല്ല അവിടെ മത്സരിച്ചിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള ദിനേശ് പെരുമണ്ണയാണ് മത്സരിച്ചത്. അതിനു മുമ്പ് T സിദ്ദിഖിന് ആ സീറ്റ് വിട്ടുകൊടുത്തിരുന്നു. ഇത്തവണ ആ സീറ്റ് കേരള പ്രവാസി രഞ്ജിത്ത്, മൈക്കൊന്ന് കറക്റ്റ് ചെയ്യണം, ശബ്ദം വ്യക്തമല്ല. UDF-ൽ ഒരു പെയ്ഡ് സീറ്റ് ആരോപണം വരികയാണ്. കുന്നമംഗലം സീറ്റ് കാശിന് കൊടുക്കുകയാണോ? കുന്നമംഗലം ഒരു പെയ്ഡ് സീറ്റാണോ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് UDF എത്തി? ഇതാണ് നമുക്ക് അറിയേണ്ടത്. VS രഞ്ജിത്തും ഒപ്പം AK അഭിലാഷുമാണ് നമുക്കൊപ്പം ഉള്ളത്. UDF-ൽ കോഴിക്കോട് കുന്നമംഗലം സീറ്റ് പ്രവാസി അസോസിയേഷന് വിട്ടുകൊടുക്കുന്നതിലാണ് ഇപ്പോൾ തർക്കം രൂപപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രാദേശിക ഘടകങ്ങളിൽ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ലീഗിന്റെ സീറ്റാണ് കുന്നമംഗലം. പ്രാദേശിക തലത്തിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പ്രവാസി അസോസിയേഷന് കുന്നമംഗലം സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. ഇക്കാര്യത്തിൽ ലീഗിന്റെ നിലപാട് എന്താണ് എന്നത് കൂടി നമുക്ക് നോക്കാം. കുന്നമംഗലം വിട്ടുകൊടുക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് പകരം ഏത് സീറ്റ് നൽകും? പെയ്ഡ് സീറ്റ് ആരോപണം UDF യോഗത്തിൽ ചർച്ചയാകുമോ? AK അഭിലാഷ്. ആ ലീഗിൻ്റെ അകത്ത് വലിയ തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉയർന്നു വന്നു. കാരണം ഇത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് കൈവശം വെച്ചിരുന്ന സീറ്റാണ്. പിന്നീട് ഇടക്കാലത്ത് കഴിഞ്ഞ 2 തവണയായി ഇത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ ആയിരുന്നു മത്സരിച്ചത്. പ്രധാനമായും ലീഗിന് താല്പര്യമുള്ള ആളുകളെ കൂടി തന്നെയായിരുന്നു ഇവിടെ മത്സരിപ്പിക്കാൻ UDF നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുകയും ചെയ്തിരുന്നത്. പക്ഷേ ആ സീറ്റാണ് ഇപ്പോൾ പ്രവാസി അസോസിയേഷന് വിട്ടു നൽകാൻ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലമായി പ്രവാസി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് രാജ്യം പറയുന്ന ഒരു വ്യക്തി ഈ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെ മാവൂർ ഗോളിയോ റയോൺസ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി, അതിൻ്റെ അടച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും UDF-ലേക്ക് ഒരു ടിക്കറ്റ് കിട്ടുക, അതോടൊപ്പം തന്നെ കുന്നമംഗലം സീറ്റ് ലഭിക്കുക എന്നുള്ള കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിരിക്കുന്നത്. ആ അജണ്ടയിൽ അദ്ദേഹം വിജയിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാദേശിക ലീഗ് നേതൃത്വത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് വിട്ടു നൽകാൻ ഒരു തീരുമാനത്തിലേക്ക് UDF നേതൃത്വം പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് വലിയ UDF-നകത്ത് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും കുന്നമംഗലം മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ലീഗും കോൺഗ്രസിനിടയിലുമൊക്കെ ഇത് വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ലീഗിന് പുറമെ തന്നെ കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ ഇവിടെ മത്സരിപ്പിക്കാനുള്ള താല്പര്യവുമായി മുന്നോട്ട് വരികയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളെ അതിന് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്ര എളുപ്പമാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജിയ, അതായത് കുന്നമംഗലം മണ്ഡലത്തിൽ ആ സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തവണ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ആളുകൾ ആരെങ്കിലും, അതായത് മറ്റൊരു സ്വതന്ത്രനെ കൊടുക്കാതെ ആ സീറ്റിൽ മത്സരിക്കാൻ ലക്ഷ്യമിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ ഒരു വിഭാഗം കൂടി എതിർപ്പുമായി വരില്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും അതുതന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ആ മേഖല കേന്ദ്രീകരിച്ച് ചില നേതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ അകത്തുള്ള നേതാക്കൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ദിനേശ് പെരുമണ്ണയെ പോലുള്ള ആളുകൾ ആ സീറ്റ് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പക്ഷേ ലീഗിന് താല്പര്യമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ മത്സരിക്കുന്നതിനോട് ലീഗിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന് പുറത്തുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ ലീഗ് നേതൃത്വം കൃത്യമായി അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ട് പ്രധാനമായും PT റഹീം ഒരു പക്ഷേ അടുത്ത തവണ മത്സരിക്കാനുള്ള സാധ്യത അവിടെയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം കാന്തപുരത്തിന് വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാന്തപുരവുമായി അടുപ്പം സ്ഥാപിക്കുകയും പാണക്കാട് സാദിഖ് അലി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരേ വേദി പങ്കിടുന്ന സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഇതൊക്കെ കുന്നമംഗലം മണ്ഡലം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ ലക്ഷ്യം വെക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് തുരങ്കം വയ്ക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ലീഗ് പ്രാദേശിക ഘടകം ശക്തമായി രംഗത്ത് വരാനുള്ള സാധ്യത തന്നെയാണുള്ളത്.